കേരളത്തിലെ രാത്രികാല താപനില ഹൈദരാബാദിലും ബംഗളൂരുവിലുമുള്ള താപനിലയുടെ ഒപ്പം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാനിന പ്രതിഭാസം ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ തണുപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ. ലോകമെമ്പാടും ലാനിനയുടെ ആഘാതം അനുഭവപ്പെടും. കൊടും തണുപ്പാണ് കേരളമൊട്ടാകെ അനുഭവപ്പെടുന്നത്. ബസ്സിലും ട്രെയിനിലുമൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ടാകാം. സാധാരണയായി വൃശ്ചികം, ധനു, മകരമാസങ്ങളിൽ അനുഭവപ്പെടാറുള്ളതിലധികം തണുപ്പ് ഇത്തവണ ഉണ്ടാകുന്നുണ്ട്. ഈ തണുപ്പ് ഫെബ്രുവരി മാസം വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. കേരളത്തിലെ രാത്രികാല താപനില ഹൈദരാബാദിലും ബംഗളൂരുവിലുമുള്ള താപനിലയുടെ ഒപ്പമെത്തിയെന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ രാത്രികാല താപനില 14 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. പകൽ സമയത്ത് 26 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. എറണാകുളത്ത് രാത്രിയിൽ 22 ഡിഗ്രി സെൽഷ്യസും പകൽ സമയത്ത് 29 ഡിഗ്രി സെൽഷ്യസുമാണ്. തിരുവനന്തപുരത്ത് രാത്രി 23 ഡിഗ്രി സെൽഷ്യസും പകൽ 29 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട് രാത്രി 22 ഡിഗ്രി സെൽഷ്യസും പകൽ 27 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തുന്നു. ഈ നില തുടരുമെന്ന് തന്നെയാണ് അടുത്ത ഒരാഴ്ച കാലാവസ്ഥാ പ്രവചനങ്ങളിൽ പറയുന്നത്. ലാനിന പ്രതിഭാസമാണ് ഈ കാലാവസ്ഥാ മാറ്റത്തിന് കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകരാകെ ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാനിന പ്രതിഭാസം ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ തണുപ്പിക്കുമെന്ന് നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ്. മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ താപനില അസാധാരണമാം വിധം കുറയുന്നതാണ് ഈ കുളിരിന് കാരണം. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ലാനിനയുടെ ആഘാതം അനുഭവപ്പെടും. വടക്കേ ഇന്ത്യയിൽ ലാനിന പ്രതിഭാസം അതിശൈത്യ തരംഗം തന്നെ സൃഷ്ടിക്കുമെന്ന് 2024 റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കേരളത്തിൽ തുലാവർഷം സജീവമായാൽ ഈ തണുപ്പ് അത്ര കണ്ട് ബാധിക്കില്ലെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഇത്തവണ തുലാവർഷം വേണ്ടത്ര സജീവമായില്ല. ശക്തമായ കാറ്റുമൂലം പടിഞ്ഞാറൻ പസഫിക് സമുദ്രഭാഗത്തേക്ക് ചൂടുവെള്ളം നീങ്ങുകയും കിഴക്കൻ പസഫിക്കിൽ തണുത്ത വെള്ളം മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നതിനാലാണ് മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ താപനില കുറയുന്നത്. ഓസ്ട്രേലിയയിലും ഇന്ത്യയിലുമെല്ലാം കൂടുതൽ മഴയും തണുപ്പും അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ വരൾച്ചയും ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നു. ഉത്തരേന്ത്യയിൽ ശക്തമായ ശൈത്യത്തിനും മഞ്ഞുവീഴ്ചയ്ക്കും കാരണം ഈ ലാനിന പ്രതിഭാസമാണ്. ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്ന തണുപ്പിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ നാം അനുഭവിക്കുന്നുള്ളൂ എന്നതാണ് വസ്തുത. ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സീസണിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്നുവെന്നത് ലാനിന പ്രതിഭാസം കൊണ്ടുവരുന്ന ഒരു ഗുണമാണ്. മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്കും ജലസംഭരണത്തിനും ഇത് പ്രത്യേകിച്ചും സഹായകരമാണ്. എങ്കിലും വെള്ളപ്പൊക്കത്തിനും കൃഷിനാശത്തിനുമുള്ള സാധ്യത ഈ സമയങ്ങളിലുണ്ട്. എൽ നിനോ പ്രതിഭാസം ഇതിനു വിരുദ്ധമായി മൺസൂണിനെ ദുർബലപ്പെടുത്തുകയും വരണ്ട അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് പതിവ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.